ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കാടാമുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 10 കാടാമുട്ട എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ചൂടൊക്കെ നല്ലോണം ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ തോട് റിമൂവ് ചെയ്തെടുക്കാമേ. തോട് കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്തുള്ള ഒരു പാട ഉൾപ്പെടെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇതിനകത്തോട്ട് പിടിച്ചിറങ്ങാനായിട്ട് സഹായിക്കുകയെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ വെച്ച് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുട്ടയ്ക്ക് പിടിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ പൊടികളുടെ ഒരു പച്ച കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ട നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടുവായിട്ടുമാണ് കേട്ടോ. ആരും മിസ് ചെയ്യാതെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ നമുക്ക് കുറച്ച് ഗ്രേവി ആക്കി എടുക്കുമ്പോഴും അതിനേക്കാളും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാമേ. ഇതേ പാനിൽ തന്നെ നമുക്കിനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, ഒരു നുള്ള് പെരിഞ്ചീരകം, ഇത്രയും മതി കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, നമ്മുടെ തേങ്ങാക്കൊത്ത്. അതായത് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആരും മിസ് ചെയ്യാതെ അത് ആഡ് ചെയ്തോണേ. ഇനി അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നല്ലോണം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഒരു ചെറിയ തക്കാളി കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 തക്കാളി, അതായത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും, അത്രയും മതി കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാമേ. അതും കൂടെ ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് പേസ്റ്റ് ആക്കി ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തക്കാളിയുടെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഏകദേശം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മളുടെ ഗരം മസാല, ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പൊടികളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണമല്ലോ, അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മളുടെ കുട്ടികൾക്കൊക്കെ അറിയാമല്ലോ, കാടമുട്ടയ്ക്കൊക്കെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ സമയത്ത് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് കേട്ടോ, 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തിള വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അതുകൂടാതെ നമുക്ക് കാപ്പിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഐറ്റമാണ് കേട്ടോ. ആരും മിസ് ചെയ്യാതെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ മുട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്രേവി എന്താണ്, നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമുക്കറിയാലോ, റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എന്താണ് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കാമേ. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് കാടാമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചോറിനും നമുക്ക് എന്താണ് കാപ്പിക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കണേ, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ആരും മിസ് ചെയ്യില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.